ഐഡിയ എന്താ കിട്ടിയേ? അപ്പക്കിട്ട് പണി കൊടുക്കാന്നോ? Devyansh and Dhanvi Dilip. ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വ്ളോഗുമായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതും എവിടെ പോവാ? സ്റ്റേജിൽ പോവാണോ? എന്ത് പരിപാടി? ഡാൻസ് ഉണ്ടോ? എന്നാ എന്താ സ്കൂളില്? ഇന്ന് സ്കൂളില് ആനുവൽ ഡേ ആന്ന് പറ. കുഞ്ഞിനെ അറിയാമോ കളിക്കാൻ? എങ്ങനെ? കുഞ്ഞ് സ്കൂളിൽ പോയില്ലല്ലോ, അവധിയല്ലായിരുന്നോ പനിയായിട്ട്? പിന്നെ എങ്ങനെ കളിക്കും? ഐഡിയ എന്താ കിട്ടിയേ? അപ്പക്കിട്ട് പണി കൊടുക്കാന്നോ? നമുക്കേ കുഞ്ഞിന്റെ ഫ്രണ്ട്സ് കളിക്കുന്നത് നോക്കി കളിക്കണം കേട്ടോ. കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാരെയും. നല്ലതാണെന്ന് ചോദിക്കും. പാത്തുന്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് അല്ലേ? അപ്പോൾ കണ്ടില്ലേ, ഇന്ന് പാത്തുവിന് ആനുവൽ ഡേ ആണ്. അവൾ സ്കൂളിൽ ചേർന്നതിന് ശേഷം അവളുടെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസും അതുപോലെ തന്നെ ഫസ്റ്റ് ആനുവൽ ഡേയും ആണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ സ്കൂളിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് ഏകദേശം ഒരു 4 മണിയോട് കൂടി സ്കൂളിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ വെച്ചിട്ടല്ലായിരുന്നു, വേറൊരു സ്റ്റേജ് എടുത്തിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു 4 മണി ആയപ്പോഴത്തേക്കും അവർ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളെ റെഡിയാക്കി കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. കാരണം കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ പിന്നെ അവരെ വന്ന് കഴിഞ്ഞിട്ടൊക്കെ റെഡിയാക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവന്നു. അങ്ങനെ വന്ന ഉടനെ പാത്തുവിനെ ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് ആക്കി. കുട്ടികളെ നമ്മുടെ അടുത്ത് ഇരുത്താൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പേരൻസ് ഹോളിൽ വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പം പേരൻസിന് ഓരോരുത്തർക്കും സെപ്പറേറ്റ് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നഴ്സറി വൈസ് ആണെങ്കിലും അതുപോലെ LKG UKG വൈസ് ആണെങ്കിലും പേരൻസിന് സീറ്റൊക്കെ സെപ്പറേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റിലൊക്കെ വന്നിരുന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ടായി. അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഫുള്ള് പാത്തുവിനെ കുറിച്ചിട്ടുള്ള ആലോചനയാണ്. അവൾ കളിക്കുമോ, കാണെങ്കിൽ ഒന്നും അറിയില്ല, എന്താകും എന്നുള്ള ആ ഒരു ആകാംക്ഷയിലാട്ടോ നമ്മളിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. പെട്ടെന്ന് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ടായി. ഫസ്റ്റ് തന്നെ ഒരു ഗണപതി ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ഡാൻസ് നഴ്സറി കുട്ടികളുടെ തന്നെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു കേട്ടോ. എന്ത് ക്യൂട്ടാണെന്നറിയാം. അവർ വെറുതെ നിൽക്കുകയാണ്. ടീച്ചറാണെങ്കിൽ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു കൊടുത്ത ടീച്ചർ അവിടെ നിന്ന് അവരെ ഡാൻസ് കളിച്ച് കാണിക്കുകയാണ്. പക്ഷെങ്കിൽ അവർ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. വെറുതെ നിൽക്കുന്നതാണെങ്കിൽ പോലും കാണാനായിട്ട് എന്ത് രസമാണെന്നറിയാമോ? ഈ ടീച്ചർമാരുടെ എഫേർട്ട് ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാരണമാണ്. കാരണം ഒരുപോലെ എല്ലാവരും ചെയ്യാനായിട്ട് ഈ കുട്ടികളെ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് അവർ പഠിപ്പിക്കുക. അപ്പോൾ ഈ ഡാൻസൊക്കെ നടക്കുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഫുള്ള് പാത്തു വരുമ്പം പാത്തു എന്തായിരിക്കും, എങ്ങനെ ചെയ്യും, കളിക്കുമോ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി പാത്തു ഒക്കെ സ്റ്റേജിൽ കയറുകയാണ്. അങ്ങനെ പാത്തുവിൻ്റെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ജസ്റ്റ് കൈയൊന്ന് വെച്ച് കാണിച്ചിട്ടുണ്ട് പാത്തു ഏതാണെന്ന്. ആ കാണുന്ന
ബാക്കിൽ നടുക്കായിട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ പാത്തു. അപ്പോൾ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു പാത്തുവിനും വേറൊരു കുട്ടിക്കുമാണ് ഹൈറ്റ് കൂടുതലെന്ന്. അപ്പോൾ എന്തായാലും അവൾ നന്നായിട്ട് കളിച്ചു. നമുക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് സന്തോഷമായി കേട്ടോ. പേരൻസ് എന്ന നിലയിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായ ഒരു മൊമെൻ്റാണ്. ടീച്ചർമാർ 2 പേര് ഫ്രണ്ടിൽ നിന്ന് ഇത്രയും കുട്ടികൾക്കും കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റെപ്സ് ഒന്നും മറന്നു പോകാതെ. അപ്പോൾ അവൾ അത് നോക്കി അതേപോലെ തന്നെ കളിക്കാനായിട്ട് ശ്രമിച്ചു. അവളുടെ മാക്സിമം എഫേർട്ട് അവൾ ഇട്ടു. അതുകൊണ്ട് ഞങ്ങളും അവളുടെ ടീച്ചേഴ്സും വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നന്നായിട്ട് അവൾ കളിച്ചു. അവളുടെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ക്ലാസ്സിൽ പോകാതിരുന്നുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരുന്നു നമുക്കൊരു ടെൻഷൻ എന്താകും എന്ന് ഓർത്തിട്ട്. പാത്തു മാത്രമല്ല എല്ലാ കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികളും അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് കളിച്ചത്. എല്ലാവരും വളരെ ഭംഗിയായിട്ട് കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡാൻസ് മാത്രമല്ല ബാക്കി എല്ലാ പ്രോഗ്രാമും അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഡാൻസൊക്കെ ഇങ്ങനെ നല്ല കാര്യമായിട്ട് തന്നെ നടക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ പാട്ടിടാത്തത് എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് കേട്ടോ പാട്ടിടാത്തത്. പറ്റുമെങ്കിൽ ഞാൻ ആ ഒരു ഡാൻസിൻ്റെ മാത്രം വീഡിയോ പാട്ടോട് കൂടി ഇടാം. അത് കോപ്പിറൈറ്റ് വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് ആ ഒരു ഡാൻസിൻ്റെ വീഡിയോ മാത്രം പാട്ടോട് കൂടി ആർക്കെങ്കിലും കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും വീഡിയോ ഇല്ലാതിരുന്നതിൻ്റെ കാരണം, ഒരു ദിവസം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പാത്തുവിന് പനിയാണെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 26-ാം തീയതിയാണ് നമുക്ക് പനി തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ന്യൂ ഇയറിൻ്റെ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഒന്ന് പനി മാറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി പാത്തുവിന് വൈറൽ ഫീവർ തുടങ്ങി. പാത്തുവിന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദിനുവിന് വന്നു, എനിക്ക് വന്നു, വീണ്ടും പാത്തുവിന് വന്നു, എനിക്ക് വന്നു. അങ്ങനെ എനിക്കും പാത്തുവിനും മാറി ഈ ജനുവരി ഫുള്ളായിട്ട് പനിയായിരുന്നു. അതും നല്ല ടെമ്പറേച്ചർ, അതുപോലെ കഫ്, കോൾഡ്, ത്രോട്ട് പെയിന്, അങ്ങനെ ബോഡി പെയിൻ എല്ലാം കൂടെയുള്ള ഒരു ഫാമിലി പായ്ക്കായിട്ടുള്ള ഒരു പനിയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ 1-2 തവണയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല, എനിക്ക് മാനേജ് ചെയ്യാം, ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യാം എന്നുള്ളൊരു പരുവായിരുന്നു. പക്ഷെങ്കിൽ 3-ാമത്തെ തവണ വൈറൽ ഫീവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കിടന്നുപോയി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പാത്തുവിനെ ആണെങ്കിൽ ജനുവരി ഫുള്ള് ക്ലാസ്സിൽ വിട്ടിട്ടേ ഇല്ല. ആകപ്പാടെ അവൾ പോയത് എനിക്ക് 1-2 തവണ. ആനുവൽ ഡേക്കും പോയി. അതിന് മുന്നേ ഈ ഡ്രസ്സൊക്കെ കിട്ടുന്ന ദിവസം ഉണ്ടായിരുന്നു. അവൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഇവരുടെ ആനുവൽ ഡേക്ക് ഇടാനുള്ള ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അത് കിട്ടുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്നും അവൾ പോയിട്ടുണ്ടായിരുന്നു. ആകെ അങ്ങനെ 1-2 ദിവസം അവൾ ജനുവരിയിൽ ക്ലാസ്സിലും പോയത്. അപ്പം മിക്ക ദിവസവും നമ്മൾ ഹോസ്പിറ്റലിൽ പോക്ക് തന്നെയായിരുന്നു, 2 പേരെ മാറി ഡോക്ടേഴ്സിനെ കാണിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ജനുവരി എന്ന് പറയുന്നത് ഫുള്ള് പനിയായിട്ട് പോകുമായിരുന്നു. ഈ ഒരു പനി തുടങ്ങുന്നതിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ പോലും എനിക്ക് ഇതുവരെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ടും പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ആരോഗ്യമാണല്ലോ പ്രധാനം, ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പിന്നെയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തായാലും മാക്സിമം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് റെസ്റ്റ് എടുക്കുക തന്നെയായിരുന്നു. ഇപ്പോൾ എന്തായാലും പാത്തുവിനും എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. പാത്തു വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് പേരുടെ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു, കമൻസും ഒക്കെ വരുന്നുണ്ടായിരുന്നു, എന്താണ് വീഡിയോ ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ട കാര്യം. അപ്പോൾ നമ്മൾ പൊതുവേ പ്രത്യേകിച്ചൊരു കാര്യമൊന്നും ഇല്ലാതെ വീഡിയോ എടുത്തിട്ടിട്ട് കാര്യമില്ല. നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾക്കിഷ്ടം നമ്മുടെ ഹാപ്പിനെസ് കാണാനായിട്ടാണല്ലോ. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നു എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും സന്തോഷം തോന്നുന്നത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടല്ലേ കാര്യമുള്ളൂ. പനിയായിട്ടൊക്കെ കിടക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്യാനൊന്നുമില്ല. എനിക്ക് തീരെ വയ്യാതിരുന്ന ആ ഒരാഴ്ച എന്ന് പറയുന്ന ദിനുവിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ദിനു ഞങ്ങൾക്കുള്ള കഞ്ഞിയൊക്കെ ആക്കി വെച്ചിട്ടാണ് ഓഫീസിൽ പോവുക. ഓഫീസിൽ നിന്നാണെങ്കിൽ നേരത്തെ വരും, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തൊരു ടൈമായിരുന്നു നമുക്ക് ജനുവരി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. ഇനിയിപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തുടർന്ന് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടുകൂടി ഉണ്ടാവണം. അതുപോലെ വീഡിയോസ് ആണെങ്കിലും ഇടാതിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ നന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. അതിനിപ്പോൾ പഴയ പോലെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ പാത്തുവിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേയുടെ ലാസ്റ്റത്തെ പ്രോഗ്രാമാണ് കേട്ടോ ഇതിന് മുന്നേ കണ്ടത് പേരൻസും ടീച്ചേഴ്സും കുട്ടികളും എല്ലാം ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഈവൻ്റ് ആയിരുന്നു. നമ്മളെല്ലാവരും മാക്സിമം എൻജോയ്
ചെയ്തു. അപ്പോൾ പാത്തു ഡാൻസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം പോയി ഡ്രസ്സൊക്കെ മാറി കേട്ടോ. അവൾക്ക് അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടുന്നത് പൊതുവേ ഇഷ്ടമല്ല, അത് ദേഹത്ത് കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ എന്തായാലും ഞാൻ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ ഡാൻസ് കളിയായിരുന്നു കേട്ടോ, പാട്ടിനൊപ്പം അവളും ഡാൻസ് കളിക്കായിരുന്നു. പിന്നെ പ്രോഗ്രാം എല്ലാം ഡാൻസ് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പേരൻസിൻ്റെ എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ടൊരു 10-15 മിനിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് കുട്ടികളുടെ ഇവിടുത്തെ സ്കൂളിലെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണെങ്കിലും ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണെങ്കിലും കുറേ പേരൻസ് സംസാരിച്ചു. അപ്പോൾ നമുക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും, LKG UKG ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊരു ഐഡിയ നമുക്കും കിട്ടും. അപ്പോൾ പാത്തു പഠിക്കുന്ന ഈ ഒരു സ്കൂള് ഫസ്റ്റ് ക്രൈ ഇൻ്റലിറ്റോട്സ് ശരിക്കും പറഞ്ഞാൽ പ്രീ സ്കൂളാണ്, അതായത് നഴ്സറി LKG UKG മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം പാത്തു പൊയ്ക്കൊണ്ടിരിക്കുന്നത് നഴ്സറിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് LKG UKG ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ UKG കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്കൂളിലേക്ക് മാറ്റിയാൽ മതിയോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കേട്ടോ. അങ്ങനെ UKG കഴിഞ്ഞ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണി ആയിരുന്നു ലാസ്റ്റ്. പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു 8:30 ഒക്കെ ആയി കേട്ടോ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, പാത്തുവിൻ്റെ ഡാൻസിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ സ്റ്റോറി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാന്വേഷണങ്ങൾക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്